ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞാൻ രാവിലെ ഇന്ന് ലോങ് വീഡിയോ എടുക്കാൻ കയറിയതാണ്, പക്ഷേ ഇന്നത്തേൽ എന്തായാലും എനിക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പോൾ ഇവർക്ക് സ്കൂളിലും റൈസ് വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടേക്കും, എന്നിട്ടാണ് ഉപയോഗിക്കുക. സാമ്പാറിൻ്റെ മലക്കറിയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്ത് വെക്കുന്നത്. പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ടും കേട്ടോ. ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത് ഫസ്റ്റ്. എന്നിട്ടാണ് മലക്കറി അത് കഴിഞ്ഞിട്ട് ഇടുന്നത്. 2 വിസിലായിട്ട് പരിപ്പ് വെന്തിട്ട് എടുത്തുള്ളൂ, അല്ലെങ്കിൽ പരിപ്പ് വേവത്തില്ല. പരിപ്പ് ഒഴിക്കുമ്പോൾ ഒരല്പം ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പരിപ്പ് തെറിക്കത്തില്ല കേട്ടോ പുറത്ത്. ജസ്റ്റ് ഒരു 2 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. മലക്കറി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാൻ മറന്നു കേട്ടോ. ഇവിടെ ഏട്ടന് ഇവാനയ്ക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനായിട്ട് ഇത് കുറച്ച് നമുക്ക് കടുക് താളിക്കാനുള്ള ഉള്ളിയായിട്ടാണ്, ചെറിയ ഉള്ളി. അതുകൂടെ ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ദോശമാവ് മേടിച്ചതുണ്ട് കേട്ടോ. അപ്പം ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. നമ്മൾ ഇഡ്ഡലിക്ക് ദോശമാവ് കലക്കുമ്പോൾ ഉണ്ടല്ലോ അതിൽ കുറച്ച് കറിവേപ്പില ഇഞ്ചിയൊക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഇടുന്നില്ല, കാരണം ഇവാനയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകണം. അപ്പോൾ അവൾക്ക് ഇഞ്ചി ഇഷ്ടമല്ല, അതുകൊണ്ട് മാത്രമായിട്ട് ഇടാം. അത് അല്ലെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ടുമ്പോൾ പച്ചമുളകും ഒക്കെ ഇടാം കേട്ടോ. വെണ്ടയ്ക്കയും തക്കാളിയും സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലകളെല്ലാം ഇതിലിടും. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇതിലിട്ടിട്ടാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് മലക്കറി ആവശ്യം. സ്നാക്സ് ആയിട്ട് അച്ചപ്പോണം കേട്ടോ. നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് തന്നെ ഞാൻ പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കും കേട്ടോ. അപ്പോൾ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ആവശ്യത്തിനുള്ള പുളിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതങ്ങനെ ആട്ടോ ഇടുന്നത്, അല്ലാതെ സെപ്പറേറ്റ് മസാല ഇടത്തില്ല കേട്ടോ. പൊടി ഞാൻ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഇടും കേട്ടോ. അപ്പോൾ ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി മാത്രമാണ് ഇടുന്നത്. പിന്നെ ഞാൻ സാമ്പാർ പൊടി ചില സമയത്ത് ഇടും. ചില സമയത്ത് നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് സാമ്പാർ പൊടി ഇടുവാണെങ്കിൽ നല്ല മണം കിട്ടും കേട്ടോ. ഇവിടെ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഫിസിലാണ് കേൾക്കുന്നത് കേട്ടോ. കാരണം അമ്മാമ്മയ്ക്ക് കൂടെ കഴിക്കുന്നതുകൊണ്ട് നല്ല വെന്തിരിക്കുന്നതായിട്ട് അമ്മാമ്മയ്ക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഫിസിൽ കേൾക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് വെന്ത് ഉടഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. 2 ഫിസിൽ കേട്ടെന്ന് വെച്ചാൽ ഒരുപാട് വെന്തൊന്നും പോകുന്നതല്ല. അപ്പോൾ അത് നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ തണുക്കാൻ വെക്കട്ടെ.
അപ്പോൾ ഇവാനയ്ക്ക് പോകാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവാനെ പോയി ഇനിയിപ്പോൾ വിളിച്ച് യൂണിഫോം ഒക്കെ അയൺ ചെയ്ത് കൊടുക്കണം, ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് വരാം. ആ സമയം കൊണ്ട് ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. ഞാൻ ഫാൻ ഇട്ട് വെച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ എന്തായാലും വരുമ്പോൾ തണുക്കും. നമ്മുടെ സാമ്പാർ റെഡിയാവും. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവാനയ്ക്ക് പോകാനും സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സാമ്പാറിൻ്റെ മസാല തയ്യാറാക്കി ഇതെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി വേറെ മസാലയൊന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ സാമ്പാർ പൊടി ഇടാം. അത് ഞാൻ പിന്നെ കടുക് താളിക്കുന്ന സമയത്താട്ടോ ഇടുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആരും പറയത്തില്ല കേട്ടോ നിങ്ങളുടെ സാമ്പാർ ടേസ്റ്റ് ഇല്ലാന്ന്. ശർക്കരയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എല്ലാ ടേസ്റ്റും പുളി ഉപ്പ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കടുകും കൂടെ താളിക്കാം. കടുക് താളിക്കുമ്പോൾ ഞാൻ 1 സ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, പാക്കറ്റിൽ മേടിച്ചത്. കടുക് താളിക്കുന്ന സമയത്ത് സാമ്പാർ പൊടി ഇടുമ്പോൾ ഉണ്ടല്ലോ സാമ്പാർ പൊടിയുടെ മണം കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ സാമ്പാറിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് സാമ്പാർ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവാനെക്കുട്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ലേറ്റായെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവാന് റെഡിയാക്കി സാമ്പാർ കടുകൊന്നും തളിക്കുന്നതിന് മുമ്പ് കേട്ടോ ഇവാനിക്ക് കൊടുത്തു വിട്ടെ. അത് കഴിഞ്ഞ് ഇവിടെയെല്ലാം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. ഗ്യാസിൻ്റെ പുറവും എല്ലാം നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഒരു തട്ട് ഇഡലിയും കൂടെ കോരി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിരുന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് പ്ലേറ്റ്സും ഒക്കെ വാഷ് ചെയ്യാനുണ്ട്, ഇഡ്ഡലി തട്ടൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ചായയിലൂടെ നമ്മൾ ഏലക്ക ഇട്ടിട്ട് പുതിയ തേയിലപ്പൊടി ഇട്ടിട്ട് ഏലക്ക പൊടിച്ചിട്ടില്ല. രാവിലെ ഒന്ന് കുറച്ചും പൊടിച്ച് വെക്കണം. നല്ല ഡ്രൈ ആയിട്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ഗൈസ്.